UAE പല ബാങ്കുകളും സീറോ ബാലൻസ് അക്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ADCB ഉണ്ട്, എമിറേറ്റ്സ് MBD ഉണ്ട്, റാക്ക് ബാങ്ക് ഉണ്ട്, മഷരിഖ് ബാങ്ക് ഉണ്ട്. എന്നാൽ ADCB സീറോ ബാലൻസ് അക്കൗണ്ട് എന്നുള്ളത് ഈ നവംബർ മുതൽ 2024 നവംബറിൽ മുതൽ അവർ ആ തീരുമാനം മാറ്റിയിരിക്കുകയാണ്. ഇനി അത് സീറോ ബാലൻസ് അക്കൗണ്ട് അല്ല. ഇനി നിങ്ങളതിൽ മിനിമം 3000 ദിറംസ് നിങ്ങളതിൽ കീപ്പ് ചെയ്യണം. ഇല്ലാത്ത പക്ഷം എല്ലാ മാസം 15 ദിറംസ് കട്ട് ചെയ്യും. 15.75 ഫിൽസ്, 15 ദിറംസ് 75 ഫിൽസ് അതിൽ നിന്ന് മാസം കട്ട് ചെയ്യും. ഇനി കട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എല്ലാ മാസം 3000 ദിറംസ് അതിൽ കീപ്പ് ചെയ്യണം. എന്നുവെച്ചാൽ ഒരു സാധാരണക്കാരൻ, സാധാ ശമ്പളം വാങ്ങുന്ന ഒരു സാധാരണ പ്രവാസിക്ക് ഈ ഒരു അക്കൗണ്ട് എടുക്കാൻ പറ്റില്ല. അത് സാധാരണ നോർമൽ ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെ. ഇവിടെ ജോലിയിൽ ഇത് നോർമൽ 5000 4000 ഒക്കെ വേണം മിനിമം ബാലൻസ് ഇങ്ങനൊരു അക്കൗണ്ട് എടുക്കണമെങ്കിൽ. അപ്പോൾ ഒരു സാധാരണക്കാർക്ക് ഒക്കെ എടുക്കാനാണ് ഈ ഓൺലൈനിൽ സീറോ ബാലൻസ് അക്കൗണ്ടുകളൊക്കെ ഇങ്ങനെ വന്നത്. പക്ഷേ ഇതിൽ എന്തില്ല, ഇനി മുതൽ അത് നടക്കില്ല. 3000 ദിറംസ് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം. ഇനി ഇത് ക്യാൻസൽ ചെയ്യണം. ഇത് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ADCB ബാങ്കിൽ പോയിട്ട് ഇത് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 105 ദിറംസ് അവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ 105 ദിറംസ് പോയാലും വേണ്ടില്ല, അക്കൗണ്ട് വേണ്ട എന്ന് വെക്കുന്നവർക്ക് എന്ത് ചെയ്യാം, ഉടനെ പോയിട്ട് അക്കൗണ്ട് ക്യാൻസൽ ചെയ്യാം. അതല്ല മിനിമം ബാലൻസ് ഒന്നും വെക്കാൻ പറ്റില്ല, എന്നാലും 15 ദിറംസ് കൊടുത്തിട്ടെങ്കിലും ആ ഒരു അക്കൗണ്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് കരുതുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ഇവിടെ കയ്യിൽ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ മാസം 15 ദിറംസ് കൊടുത്തിട്ട് ആ അക്കൗണ്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ഇനി അതെല്ലാം നിങ്ങളതിൽ 3000 ദിറംസ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 15 ദിറംസ് കൊടുക്കേണ്ട, ഒരു 3000 ദിറംസ് അതിൽ ഇടാം. ഇനി പലർക്കും ഡൗട്ട് ഉണ്ടാവും, 3000 ദിറംസ് ട്രാൻസാക്ഷൻ നടന്നാൽ മതിയോ എന്ന്. ഒരിക്കലും നടക്കില്ല കേട്ടോ. ഒരിക്കലും അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഒരു 3000 ദിറംസ് എങ്ങനെയും ഒരു മാസം കൊണ്ടുപോയി ഇട്ടിട്ട് നമുക്ക് തിരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു നമ്മളെ സുഹൃത്തിനെ അയച്ചിട്ട് അവരെ കൂടെ തിരിച്ചയപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ മതി എങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ അതല്ല, 3000 ദിറംസ് അവിടെ ഫിക്സഡ് ആയിട്ട് അവിടെ എടുക്കണം. മിനിമം ബാലൻസ് അവിടെ കീപ്പ് ചെയ്യണം. അപ്പോൾ അത് ഇതുവരെ എടുത്ത ആൾക്കാർക്കൊക്കെ പണി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ സീറോ ബാലൻസ് ആണെന്ന് കരുതിയിട്ട് ആരും ADCBയുടെ അക്കൗണ്ട് എടുക്കാൻ നിൽക്കണ്ട. എടുത്തവർക്കാണ് ഈ പണി കിട്ടിയുള്ളത്. ഇനി നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരും എടുക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോട് പറയുക. ഇനി ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ അത് ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാം. ഇനി ഇതല്ലാതെ മറ്റു ബാങ്കുകളുടെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. മഷരിഖ് ബാങ്ക് ഉണ്ട്, എമിറേറ്റ്സ് MBD ഇതുപോലെ പൈസ ഈടാക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഇതുപോലെ മിനിമം കീപ്പ് ചെയ്യണമെന്നില്ല. ഒരു 1000 ദിറംസ് അങ്ങനെ എന്തോ ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് വേറെ വഴികളുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ വേറെ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. അത് ആ ഒരു പൈസ കൊടുക്കാതെ തന്നെ ആ എമിറേറ്റ്സ് MBDയുടെ ലീവ് കാർഡ് ഉണ്ടല്ലോ, അത് കട്ട് ചെയ്യാതെ എങ്ങനെ കൊണ്ടുപോകാന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. കാരണം ഈ കാർഡുകളൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇത്ര ആധികാരികമായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ബാങ്കിങ് കാര്യങ്ങളോ ടെക് കാര്യങ്ങളോ അതൊന്നും ഞാൻ വീഡിയോ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ട്രാവൽ വ്ളോഗറും മറ്റുള്ള വിഷയങ്ങളൊക്കെ വ്ളോഗ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കാര്യം, എനിക്ക് വന്നൊരു മെസ്സേജ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുക എന്ന് മാത്രം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ.